പ്രധാനമന്ത്രിയുടെ വിരുന്നുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ വിവാദമുണ്ടാക്കിയെന്നും ന്യൂനപക്ഷ വോട്ടുകളാണ് ലക്ഷ്യമെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു. തികച്ചും അനൗപചാരികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിവാദത്തിന് ആധാരമല്ലാത്തൊരു കാര്യത്തെ പർവ്വതീകരിച്ച് ഇവിടെ നേരത്തെ പാർട്ടി സെക്രട്ടറി ഇവിടെ നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതാണ്. ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഒരു വലിയ കടന്നാക്രമണമാണ്. അതുതന്നെയാണ് 2019 അവർ പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചത്. അത് ഇപ്രാവശ്യവും ആവർത്തിക്കുന്നു. സലിം മാലിക്കാണ് ആ വാർത്തയോട് വിവരം. സലിം, കൊല്ലത്ത് UDF-നും RSPക്കും എൻ കെ പ്രേമചന്ദ്രൻ അല്ലാതെ മറ്റൊരു പേര് ആലോചനയിൽ പോലും ഇല്ല. അതുകൊണ്ട് അപ്രതീക്ഷിതമേ അല്ല അല്ലേ? ഹാഷ്മി, ഉറപ്പായും അത് UDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ UDF സ്ഥാനാർത്ഥിയായി വരിക എൻ കെ പ്രേമചന്ദ്രൻ തന്നെയാണ് എന്നുള്ളത് ഉറപ്പായിരുന്നു. അതിലൊരു ഔദ്യോഗിക പ്രഖ്യാപനത്തിന്റെ മാത്രം ബാക്കിയായിരുന്നു വേണ്ടിയിരുന്നത്. അതും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഇതിനു മുൻപ് തന്നെ കൊല്ലത്ത് ചുവരെഴുത്തുകൾ ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ട്. കാരണം എൻ കെ പ്രേമചന്ദ്രൻ അല്ലാതെ മറ്റൊരു പേര് നിലവിലെ സാഹചര്യത്തിൽ UDF-ന് കൊല്ലത്ത് ആലോചിക്കേണ്ടത് കൂടിയില്ല. കാരണം മണ്ഡലത്തിലെ ജനകീയത ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചർച്ചയാവും. മുൻപ് 2 തവണയും വലിയ ഭൂരിപക്ഷത്തിൽ മത്സരിച്ച് വിജയിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ UDF-ന് മുൻപിലുണ്ട്. അതുകൊണ്ട് അത് RSP സംസ്ഥാന സമിതി യോഗം ചേർന്ന് അതിൽ ഒരു പ്രഖ്യാപനത്തിന്റെ തീയതി എടുത്തു. അത് ഇന്ന് പ്രഖ്യാപിച്ചു എന്നുള്ളത് മാത്രമാണുള്ളത്. അതേസമയം UDF ഈ സീറ്റ് വിഭജനം ഔദ്യോഗികമായി പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം മതി സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുള്ളതായിരുന്നു കേരള കോൺഗ്രസ് ജോസഫിന്റെയും ഒപ്പം RSPയുടെയും ആദ്യത്തെ നിലപാട്. പക്ഷേ ഈ ഏകോപന സമിതി യോഗം ചേരാൻ വൈകുന്നതും ഒപ്പം ഈ 3ാം സീറ്റിൽ വിഷയത്തിൽ ഇപ്പോഴും അതൊരു ധാരണ എത്താതെ തുടരുന്നതും മൂലം അത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ ബാധിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് RSP ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടന്നത്. നാളെ തന്നെ പ്രചരണ പരിപാടികളിലേക്ക് കൂടി ആരംഭിക്കും. ഇതിനോടകം തന്നെ കൊല്ലം മണ്ഡലത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെ പ്രവർത്തകർ ഉയർത്തി സ്ഥാനാർത്ഥി വലിയ ആവേശത്തോടെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നിലവിൽ ഇത് എൻ കെ പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിലേക്കുള്ള 5ാം അംഗമാണ്. 1996-ലും 98-ലും ഇടതുമുന്നണിയിൽ നിന്ന് മത്സരിച്ചു, വിജയിച്ചു. അതിനുശേഷം പിന്നീട് 2000-ൽ രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട് നോമിനേറ്റ് ചെയ്തു പോയി. അതിന് പിന്നാലെ 2014-ൽ UDF-ൽ എത്തിയതിനു ശേഷം മത്സരിച്ചു, വിജയിച്ചു. 2019-ൽ വീണ്ടും മറ്റൊരു മത്സരമുണ്ടായി, അതിലും വിജയിച്ചു. ഈ 2 സന്ദർഭങ്ങളിലും വലിയ കരുത്തരായിരുന്നു എതിരാളികൾ. 2014-ൽ MA ബേബിയും 2019-ൽ അതിനുശേഷം KN ബാലഗോപാലും എതിർ സ്ഥാനാർത്ഥികളായി വന്നു. അപ്പോഴും എല്ലാം വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ 2024-ലേക്ക് എത്തുമ്പോൾ LDF-ൽ പ്രധാനമായും കൊല്ലത്ത് ചർച്ചയാവുന്ന പേര് M മുകേഷിന്റേതാണ്. M മുകേഷ് അല്ല ആര് സ്ഥാനാർത്ഥിയായി വന്നാലും വലിയ വിജയ പ്രതീക്ഷ പ്രകടിപ്പിക്കുമ്പോൾ തന്നെ സ്ഥാനാർത്ഥികൾ തമ്മിലല്ല, അതിനപ്പുറത്തേക്ക് 2 ആശയങ്ങൾ തമ്മിൽ മുന്നണിയുടെ ഒരു മത്സരമാണുള്ളത്. ഒരു കടുത്ത രാഷ്ട്രീയ മത്സരമായിരിക്കും ഉണ്ടാവുക എന്ന് എൻ കെ പ്രേമചന്ദ്രൻ വ്യക്തമാക്കുന്നു. ആ നിലയിൽ എന്തായാലും UDF കൊല്ലം ജില്ലയിൽ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഷിബു ബേബി ജോണിന്റെയും ഒപ്പം എൻ കെ പ്രേമചന്ദ്രന്റെയും ഒക്കെ വാക്കുകളും ആ നിലയിൽ തന്നെയാണ് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഹാഷ്മി, സലിം മാലിക്കാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വലിയ കോൺഫിഡൻസ് പ്രകടിപ്പിക്കുന്നുണ്ട് എൻ കെ പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ UDF-നും RSPക്കും എൻ കെ പ്രേമചന്ദ്രനും മാത്രമേ ഉള്ളൂ കൊല്ലത്തെ ഒരേ ഒരു സ്ഥാനാർത്ഥി ആലോചന. അത് നേരത്തെ പ്രഖ്യാപിക്കും.